വെൽക്കം ടു നമ്മളുടെ വേറൊരു വീഡിയോ. സോ ഇപ്പോൾ നമ്മൾ ഇവിടെ ആയവ തന്നെ നിഞ്ച വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്മസ് തീംഡ് സ്ഥലത്ത് വന്നിട്ടാണ്. സോ വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല. പെട്ടെന്ന് ഇവിടെ കാണുന്ന കുറച്ച് റാൻഡം ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വേഗം ഇത് റാപ്പപ്പ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ കുറേ പേരുണ്ട്, സോ ഭയങ്കര ബിസിയാണ്. സോ ഇവിടെയുള്ള കുറച്ച് ക്ലിപ്സ് ആൻഡ് ഷോർട്സ് കാണാം. ഓക്കെ, നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറേ ക്രിസ്മസ് ട്രീ ലൈറ്റ് അപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നതായിരുന്നു ഫസ്റ്റ് സെക്ഷൻ. ഇത് സെക്കൻഡ് സെക്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് സെക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോയി അടുത്ത സെക്ഷൻ ഉണ്ട്, അങ്ങനെ ഫുൾ ലൈറ്റ് അപ്പ് ചെയ്ത് വെച്ചേക്കുന്ന. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. മൊത്തത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു 6 മണി കയറിയപ്പോൾ. അങ്ങനെ നമ്മള് ഇങ്ങനെ ലൈറ്റ് ഉള്ള സെക്ഷനിൽ കൂടെ നടന്ന് ഈ ലൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റഫ്ഡ് അനിമൽ മേക്കിംഗ് സെക്ഷൻ ഉണ്ട്. സോ അവിടെ നമുക്കൊരു സ്റ്റഫ് അല്ലാത്ത ഒരു ടോയ് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് അവർ അതിനകത്ത് കുറച്ച് കോട്ടൺസ് ഒക്കെ ആ ടേബിളിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിനെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനുള്ള ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോയിലേക്ക് നമ്മൾ കോട്ടൺ നിറച്ച് സ്റ്റഫാക്കി നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷെ അതിന് $16 എന്തോ ആണ്. പിന്നെ ആ ഡ്രസ്സ് ഇടിപ്പിക്കണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനെ നമ്മളത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ അവിടെ നമ്മുടെ സാന്റാക്ലോസിനെ കണ്ടത്. സാന്റാക്ലോസ് അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് അവിടെ പിള്ളേരോടൊക്കെ കുശലമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചു, എന്താണ് ക്രിസ്മസിന് വേണ്ടത്, എന്താണ് സാന്റാക്ലോസിനോട് ഈ പ്രാവശ്യം ചോദിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുട്ടികളെയൊക്കെ ഫണ്ണാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുമായിരുന്നു ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട്. ആക്ച്വലി പുള്ളി അവിടെ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ട്. അവിടെ ആയിരുന്നു നമ്മൾ കുറച്ച് മുന്നേ നോക്കിയപ്പം. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ബോറടിച്ചിട്ടുണ്ടാവും കുറെ നേരം അവിടെ നിന്ന്. അപ്പൊ പുള്ളി ഒരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് എല്ലാരോടും മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ പിക്കുവിന്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അപ്പോ സാന്റാക്ലോസിനെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, എന്താ നടക്കുന്നതെന്ന് വലിയ ധാരണയൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കൊണ്ടുവരുന്നു, ഇങ്ങനെ കാഴ്ചകളൊക്കെ ഉണ്ട്, ഞെട്ടിത്തെറിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ ധ്രുവി ആൻഡ് വേദു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. സാന്റാക്ലോസിനെയും ലൈറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ എല്ലാവരും നമ്മളും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല വൈബായിരുന്നു. മൊത്തത്തില് നല്ലൊരു ഹാപ്പി വൈബായിരുന്നു മൊത്തത്തില്. സോ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു സ്ലൈഡ് ഉണ്ടായിരുന്നു. അപ്പോ അപ്പവും വേദുവും ധ്രുവിയും ഞാനും കയറി. എല്ലാരും കൂടെ സ്ലൈഡിലൊക്കെ കയറി കുറച്ചു പ്രാവശ്യം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഫോട്ടോ ബൂത്തും ഒരു വലിയ കസേരയും ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് മൊത്തത്തിൽ ഫോട്ടോ എടുക്കാം. പിന്നെ കുറച്ച് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോ ബൂത്ത്സ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാകത്തിനുള്ളത്. എന്താ മറ്റേ സിനിമയിൽ എന്താണ് പറയുന്നത്? ജോഷ് അടിപൊളി അടിപൊളി. ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ഫീലിംഗ് വന്നത്. നമ്മള് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ എടുത്ത് വീട്ടില് വെറുതെ ഇപ്പോഴാണ് നമ്മൾ ക്രിസ്മസും ലൈറ്റ്സും സാന്റാക്ലോസും ഹോട്ട് ചോക്ലേറ്റും എല്ലാം. അടുത്ത അവിടെ നോക്കി animals. So camera this is amazing Christmas, amazing. Super Josh. They. Now you guys, but he never mind. ഇതത്ര അമേസിംഗ് അല്ല. എനിക്ക് പൊതുവെ കുറച്ച് ആനിമൽസിനൊക്കെ പേടിയാണ്. അതുകൊണ്ട് ഈ സെഷൻ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. നിറച്ച് ഗോട്ടാന്ന് തോന്നുന്നു. ബേബി ഗോട്ട്. ഗോട്ടാണ് എന്താ ശരിക്കും? ആട്.
ആടാ എന്താ എഴുതണം നോക്കി ആ ബോർഡിൽ എന്താ എഴുതണം. നേരത്തെ ഉണ്ടല്ലോ അമ്മയുടെ കോട്ട് തിന്നാൻ പോയി ആ ആട്. ആ അത് ഹംഗ്രി ആടുകളെന്ന് തോന്നുന്നു. എവിടെയാ എഴുതിയേക്കുന്നേ? ഇതെന്താ എഴുതിയേക്കണം? അതൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ പേരില്ലാത്ത ആടിന്റെ വെറൈറ്റി. സോ ഈ അനിമൽസോട് കൂടി നമ്മുടെ വണ്ടർലാൻഡ് കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാമോ? പുറത്താണെങ്കിൽ തണുപ്പാ. ഇവിടെ അകത്ത് ഇത്തിരി ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. പുറത്ത് തണുപ്പാണ്. ഇനി നമ്മളുടെ മെയിൻ ലോബിയിലേക്ക് നമ്മൾ നടക്കാണ്. ഇവിടുന്ന് വേഗം അടുത്താണ് കേട്ടോ, പെട്ടെന്ന് എത്തും. സോ ഇവിടെ വിന്റർ വണ്ടർലാൻഡ് അല്ലാണ്ടിരുന്ന സമയത്ത് ഈ കാണുന്നത് ഒരു ലൈക്ക് എന്താ പറയുക, കോൺ വെച്ചിട്ട് ഇങ്ങനെ ഒരു കോൺ സ്വിമ്മിങ് പൂൾ പോലെ, നിറച്ച് കോൺ വെച്ചിട്ടൊരു സ്വിമ്മിങ് പൂൾ പോലെയായിരുന്നു. അതവർ മാറ്റി ഇപ്പോൾ ഹീറ്ററൊക്കെ വെച്ചിട്ട് വിന്റർ വണ്ടർലാൻഡ് ആക്കി എടുത്തതാണ്. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനി തണുപ്പത്ത് ഇതൊക്കെ കാണേണ്ടി വരുമോ അതോ ഹീറ്ററൊക്കെ ഉണ്ടായിരിക്കുമോ എന്ന്. പക്ഷേ ഭാഗത്തിന് ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംഭവം അടിപൊളിയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു. പുറത്തുനിന്ന് അവിടെ നിന്ന് പുറത്തിറക്കി ഇറങ്ങി ലോബിയിലേക്ക് നടക്കുമ്പോൾ ഒരു ചെറിയ തണുപ്പുണ്ട് എന്നുള്ളതല്ലാതെ എൻ്റെ കൈയൊക്കെ മരച്ചു വീണു. ഞാൻ ഇനി അവിടെ എത്തിയിട്ട് എടുക്കാം. അപ്പു, എങ്ങനെ ഉണ്ടായിരുന്നു വിന്റർ വണ്ടർലാൻഡ്? അടിപൊളിയായിരുന്നു. തണുപ്പിന്റെ ഒരു അസൗകര്യം ഉണ്ടെന്നല്ലാതെ ബാക്കിയല്ല കൊള്ളാം. പക്ഷേ നമുക്ക് അകത്ത് അത്ര ഉണ്ടായിരുന്നില്ല. എത്ര ഡോളർ ആയിരുന്നു ഇതിന്? ഒരാൾക്ക് $7. ഒരാൾക്ക് $7 $7 പുറത്താണ്. അതൊരു കുട്ടികൾക്ക് കുറെ സാധനങ്ങളുണ്ട്. 2 to 3 years ഏജിന്റെ ഇടയ്ക്കുള്ളവർക്ക് ടിക്കറ്റും ഇല്ല. ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അപ്പോൾ നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും ഇങ്ങനെ ഓരോ ക്രിസ്മസ് ആയിട്ട് ഓരോ വിൻ്റർ വണ്ടർലാൻഡ് പരിപാടിയും. എല്ലാവരും ക്രിസ്മസൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫണ്ണായിട്ട് ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇഷ്ടംപോലെ ഫുഡൊക്കെ അടിച്ച് ക്രിസ്മസൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.